ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ക്രീമി ടെക്സ്ചറിലൊരു സാലഡാണ്. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം എടുത്താൽ മതി. ഈ സാലഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 25 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഈ ബട്ടറിലേക്ക് ഞാൻ സ്വീറ്റ് കോണാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു ബൗളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുപയർ മുളപ്പിച്ചതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെറുപയർ മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സാലഡ് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലും ചിലവ് കൂടിയ രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ചെറുപയർ മുളപ്പിച്ചതും സ്വീറ്റ് കോണൊക്കെ ഇട്ടിട്ട് നമുക്ക് തയ്യാറാക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നമുക്ക് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. 2-3 മിനിറ്റ് ചൂടാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം പകുതി എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആപ്പിൾ ഒന്ന് എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു 50 ഗ്രാമൊക്കെ അളവിലുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ സുഗിനി എടുത്തിട്ടുണ്ട്, ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾ എത്ര പേര് കഴിക്കണതനുസരിച്ച് അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഇതേപോലെ ഫ്രൂട്ട്സൊക്കെ കൂടിയിട്ട് കുറച്ച് വാങ്ങി വെച്ചാൽ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഓരോ ദിവസം തയ്യാറാക്കാവുന്നുള്ളൂ. വെയിറ്റ് ലോസ് കുറയ്ക്കണവർക്കൊക്കെയാണ് ഞാൻ പറയണത്. ഒരു ബൗള് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബീട്രൂട്ട് എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാവുന്നുള്ളൂ. ഇങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് വഴറ്റിന് ശേഷം നമുക്ക് ഈ ചേരുവകളൊക്കെ ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. ഇതേപോലത്തെ ഒരു പാത്രം തന്നെ എടുക്കുക. പരന്നൊരു പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം മാറ്റി വെച്ച ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനൊരു പച്ചമണം പോണ വരെ വഴറ്റി കൊടുക്കുക. ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് 2 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. സാധാ ടീസ്പൂണിൻ്റെ അളവിലാണെങ്കിൽ 1 ടീസ്പൂൺ മൈദ എടുക്കുക. പിന്നെ ഇതൊന്ന് ചൂടായിട്ട് നമുക്കൊരു ഗോൾഡൻ കളറാവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. കുട്ടികളും കൂടി കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് എന്ന അളവിൽ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മൈദ ഇട്ട് കൊടുത്ത ആ ഭാഗത്ത് തന്നെ പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ക്രീമി ടെക്സ്ചറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ചൈനീസ് കേബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് ചൈനീസ് കേബേജ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം കുറച്ചും കൂടി ചേർത്തി കൊടുക്കുക. വളരെ ടേസ്റ്റ് ആയിരിക്കും ഫ്രഷ് ക്രീമും കൂടി ചേർത്തി കഴിഞ്ഞാൽ. കുട്ടികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.